നമസ്കാരം. മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ ആദ്യഘട്ട വിതരണ അറിയിപ്പ് വന്നിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ, അതായത് മാർച്ച് മാസം 25-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. 63 ലക്ഷം പേർക്ക് ആദ്യഘട്ട വിതരണമായിട്ടുള്ള 2000 രൂപ, അത് മാർച്ച് മാസത്തെ ഗഡുവാണ്, അത് വിതരണം ആരംഭിക്കും. അതിനുശേഷം രണ്ടാം ഘട്ട വിതരണത്തിന് മാർച്ച് മാസം 31-ാം തീയതിയോടെ തുടക്കം കുറിക്കും. ഏപ്രിൽ മാസത്തെ വിതരണമാണ് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത്. ഈസ്റ്റർ, വിഷു സാഹചര്യങ്ങളിലാണ് തുക നേരത്തെ വിതരണം ചെയ്യുന്നത്. കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അവർക്ക് ഒരുപക്ഷെ 2 ഗഡുക്കളും ഒരുമിച്ചായിരിക്കും എത്തിച്ചേരുക. ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് ആ രീതിയല്ല. വിതരണം നടത്തുന്ന സമയം തന്നെ ആദ്യഘട്ടത്തിലെ തുക 2000 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നീട് രണ്ടാം ഘട്ട വിതരണം നടക്കുന്ന സമയത്ത് ആ തുകയും കൈകളിൽ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ആദ്യഘട്ടത്തെ തുക എത്തിച്ചേർന്നാലും അതിനുശേഷം രണ്ടാം ഘട്ട വിതരണം കൂടി നടത്തിയ ശേഷം മാത്രമായിരിക്കും ഈ തുക ഒരുമിച്ച് ഒരുപക്ഷെ എത്തിച്ചേരുക. എങ്കിലും ഈ കാര്യങ്ങളിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നൽകുന്നത് കൊണ്ട് തന്നെ തീയതികളിലോ അല്ലെങ്കിൽ മറ്റ് വിതരണ സമയത്തിൻ്റെ അറിയിപ്പുകൾ ഒരുപക്ഷെ ഇനി ലഭിക്കണമെന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട്. 200, 300, 500 എന്നിങ്ങനെ ലഭിക്കുന്നവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കുന്നതിന്, അതായത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങൾ ഒരേ സമയത്തൊക്കെ ആയിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റ് ടേം ഇൻഷുറൻസുകൾ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരുപാട് തട്ടിപ്പ് ഇൻഷുറൻസുകാർ വിലസുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഓഫറുകൾ നൽകി ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴോ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള പോളിസികൾ എടുക്കാതിരിക്കുക. ചിലപ്പോൾ വ്യാജ പോളിസികളായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഈ സമയത്ത് ബന്ധപ്പെട്ട സംഘടനകൾ, ഭാരവാഹികൾ നൽകുന്നുണ്ട്. ഇനി കൃത്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജുകൾക്ക് വലിയ ഓഫറുകൾ ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പോളിസി ഹോൾഡറുടെ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ പോളിസി നമ്പർ, അതോടൊപ്പം തന്നെ എന്തെല്ലാം രോഗങ്ങൾ കവർ ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചന്വേഷിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉൾപ്പെടെ ഉണ്ടാവേണ്ടതുമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ഏജൻറ്റുമാരുമായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ ബന്ധപ്പെടാനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാവരും ഇൻഷുറൻസിന് വേണ്ടി പരക്കം പായുകയാണ്. പക്ഷേ ഈ സമയത്ത് ഒരുപാട് വ്യാജ അല്ലെങ്കിൽ നിലവിൽ ക്ലെയിമുകൾ നൽകാത്ത രീതിയിലുള്ള ഇൻഷുറൻസ് കമ്പനികളുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോളിസികൾ എടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നവർ ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം ഇത്തരം ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടതാണ്. നിലവിൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതുമാത്രമല്ല വെളിച്ചെണ്ണ, പഞ്ചസാര പോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും, ഉഴുന്ന മറ്റ് ധാന്യവർഗ്ഗങ്ങളെല്ലാം ഇവിടെ നമുക്ക് സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഒരു റേഷൻ കാർഡിന് മാസത്തിലൊരിക്കൽ ആനുകൂല്യങ്ങൾ ഈ രീതിയിൽ വാങ്ങാം. ഏതെങ്കിലും സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിച്ചില്ല എങ്കിൽ പിന്നീട് സബ്സിഡി ഉൽപ്പന്നം എത്തുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കോംബോ പാക്കുകളായിട്ടും വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടി കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.